So hey guys, welcome back to Tech Tutorials മലയാളം. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു മൈൻക്രാഫ്റ്റ് സെർവറിൽ ക്രോസ് പ്ലേ ആഡ് ചെയ്യാമെന്നാണ്. അതായത് ജാവ പ്ലേയേഴ്സിനും ബെഡ്റോക്ക് അല്ലെങ്കിൽ സി യു പ്ലേയേഴ്സിനും അങ്ങനെ ഒരുമിച്ച് കളിക്കാമെന്നാണ്. സോ ടൈം വെച്ച് നമുക്ക് വീഡിയോ തുടങ്ങാം. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ അപ്പം അതിനുവേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആട്രിനോസ് ഓപ്പൺ ചെയ്യാം. ആട്രിനോസിൽ ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ സെർവർ ആണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലേ? ആദ്യം പോയി ആ വീഡിയോ കണ്ട് ഒരു സെർവർ ഉണ്ടാക്കുക. അപ്പം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ സെർവർ ആണ്. അപ്പം നമുക്കത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട വേർഷൻ സെറ്റ് ചെയ്യണം. അപ്പം ഞാനിപ്പം 1.21.11 ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഇൻസ്റ്റാൾ പ്രസ് ചെയ്യാം. ഒരു ടിക്ക് വരും. അപ്പൊ അത് ഇൻസ്റ്റാൾ ആയതാണ്. സോ അത് നമുക്ക് സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി സോഫ്റ്റ്വെയറിൽ പോവാം. എന്നിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ പേപ്പർ എന്നുള്ളത് പ്രസ് ചെയ്യുക. പേപ്പർ ബുക്കറ്റ്. എന്നിട്ട് നമ്മൾ അവിടെ സെലക്ട് ചെയ്ത ആ വേർഷൻ തന്നെ ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെയും ഇൻസ്റ്റാൾ പ്രസ് ചെയ്യുക. അപ്പൊ അതും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ സൈഡിൽ പ്ലഗിൻസ് എന്ന് തന്നെ ഒരു പുത്തൻ ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ സെർച്ച് ബോക്സിൽ ഗെയ്സർ എംസിനെ സെർച്ച് ചെയ്യാം. അത് കഴിഞ്ഞ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ഗെയ്സർ എംസിനുള്ള ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ വയ വേർഷൻ സെർച്ച് ചെയ്യാം. എന്നിട്ട് ഇവിടെ modern.comന്റെ വയ വേർഷൻ കാണും. അത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ ഈ നിങ്ങൾ ആ വേർഷൻ ഒരു ഗ്രീൻ ബോക്സിൽ കാണും. അങ്ങനെയുള്ള വേർഷൻ മാത്രം ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ എനിക്ക് ഇവിടെ ഇപ്പം 5.9.1 ആണ് പറ്റുന്നത്. ഞാൻ അതാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. 5.9.1 ആണ് ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് മൈൻക്രാഫ്റ്റ് വേർഷൻ വരെ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് വയ ബാക്ക്വേർഡ്സ് എന്ന് സെർച്ച് ചെയ്യാം. അവിടെ മോഡേൺസിന്റെ തന്നെ ബാക്ക്വേർഡ്സ് ഡൗൺലോഡ് ചെയ്യുക. സോ ഇവിടെ എനിക്ക് 5.9.1 ആണ് 1.9.11 പറ്റുന്നത്. അപ്പം ഞാൻ അത് തന്നെ പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പ്ലഗിൻസ് എല്ലാം ഡൗൺലോഡ് ആവും. അത് അപ്പൊ ഇന്നത്തെ ട്യൂട്ടോറിയൽ അടുത്ത ട്യൂട്ടോറിയലായിട്ട് കാണാം. ബൈ.
ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ ട്യൂട്ടോറിയൽ. അടുത്തൊരു ട്യൂട്ടോറിയൽ ആയിട്ട് കാണാം. ബൈ.